ലോകത്തിൽ ആദ്യമായി സംസ്കൃതത്തിൽ മുഴുനീള സിനിമാഗാനം എഴുതിയത് നമ്മുടെ യൂസഫ് അലി കേച്ചേരി മാത്രമാണ്. ആദ്യമായിട്ട് എഴുതിയ ജാനകി ജാനെ ധ്വനിയിലുള്ള, രണ്ടാമത് സർഗത്തിലെ കൃഷ്ണകൃപാസാഗരം, മൂന്നാമത്തത് സാമജ സഞ്ചാരിണി എന്ന് പറഞ്ഞ പരിണയത്തിലെ പാട്ട്, അവസാനം 2000 അദ്ദേഹത്തിന് വയലാറിനും ONVയ്ക്കും ശേഷം നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു ഗേയം ഹരിനാമധേയം എന്ന് പറഞ്ഞ ഗാനം. ആ ഗാനം മഴ എന്ന സിനിമയിലായിരുന്നു. വേറെ ആരും ഇതുവരെ ഒരു ഫുൾ സംസ്കൃതം സോങ് നമ്മളെ മലയാളത്തിൽ എഴുതിയിട്ടില്ല. അപ്പം 1992 ഇറങ്ങിയ സർഗം, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മളെ ബോംബെ രവിയാണ്. ബോംബെ രവി യൂസഫ് അലി 30 പാട്ടോളം സംഗീതം ചെയ്തിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി 30 പാട്ടോളം സംഗീതം ചെയ്തിട്ടുണ്ട്. 30ഉം സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ ഈ സർഗത്തിൻ്റെ കഥയും തീമും യൂസഫ് അലി കേച്ചേരി സാറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 10-12 പാട്ട് എഴുതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹരിഹരൻ സാറ് പറഞ്ഞു അത്രയൊന്നും വേണ്ട, നമുക്കൊരു 5-6 പാട്ട് മതി എന്നുള്ളത്. അപ്പം ശുദ്ധ ധന്യാസി രാഗത്തിൽ ആ ഒരു മനോഹര ഗാനം, ഒരു ദേവീസ്തുതിയായിട്ട് പ്രവാഹമേ എന്ന ഗാനമായി എത്തുന്നു. KJ യേശുദാസ് പാടിയ ഗാനം നമ്മളെ വർമ്മ സാർ ആലപിക്കുന്നു. പ്രവാഹമേ ഗംഗാ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ ഗംഗാ പ്രവാഹമേ രശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരവിന്ദു നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരവിന്ദു സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ
വഴിത്താരയിൽ ദൈവം കൊടുക്കുവാൻ നീ ചൂടും തോണിയിടമില്ലേ എൻ വഴിത്താരയിൽ ദൈവം കൊടുക്കുവാൻ നീ ചൂടും തോണിയിടമില്ലേ സുരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായോജ സാരമേ തുളസീകളമാണുക കൃഷ്ണ തുളസീകളമാണുക സ്വരരാഗ ഗംഗാ